രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ വൃന്ദാവനം നീ മറന്നോ മധുരയെ നീ മറന്നോ വൃന്ദാവനം നീ മറന്നോ മധുരയെ നീ മറന്നോ രാധയെ നീ മറന്നോ കണ്ണാ പൈക്കളെ നീ മറന്നോ രാധയെ നീ മറന്നോ കണ്ണാ പൈക്കളെ നീ മറന്നോ രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ മറന്നിട്ടും മറക്കാത്ത രാധ രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ മറന്നിട്ടും മറക്കാത്ത രാധ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 എന്ന ചാനലിൻ്റെ നാരായണീയം ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം നമുക്ക് നാരായണീയമാണ്. നാരായണീയം നമുക്ക് 9ാമത്തെ ഒമ്പതാമത്തെ അധ്യായമാണ്, 10ാമത്തെ ശ്ലോകമാണ്, 96ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ്, എല്ലാ ചൊവ്വാഴ്ചയും രാധയുടെ പ്രണയം, എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതി, വെള്ളിയാഴ്ച സൗന്ദര്യലഹരി. അതുകൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് കേൾക്കുക. ഞാൻ കൊല്ലത്താണ്. നേരിട്ട് വന്ന് പഠിക്കണമെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ മതി. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരും എന്നതാണ്. എനിക്ക് കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും ഒക്കെ ആളുകൾ വരുന്നുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യമുണ്ട്. നിങ്ങൾക്ക് ബന്ധപ്പെടണമെങ്കിൽ എന്നെ 96453339 എന്നെ ബന്ധപ്പെട്ടാൽ മതി. അതേ കണക്ക് തന്നെ ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം നിങ്ങളത് കേൾക്കുക. ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ 96453339 വിളിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതേ കണക്ക് പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട്, ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, ക്ഷേത്രങ്ങളെ കുറിച്ചുണ്ട്, ശ്രീബുദ്ധന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥയുണ്ട്, രാധികാ കവചൻ 2 ഉണ്ട്, 2 ഞാൻ കൊടുത്തിട്ടുണ്ട്. രാധ അത് പഠിപ്പിച്ചിട്ടുണ്ട്. രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും ഇല്ലാതെയും കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. അതേ കണക്ക് തന്നെ എന്നും രാവിലെ 5:30 നിങ്ങൾക്ക് അറിവ് പകരുന്ന മോർണിംഗ് മെസ്സേജസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കേൾക്കുക. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതേ നമ. ഓം ശ്രീ രാധാകൃഷ്ണായ നമ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്നു രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ശരിക്കും പാടിത്തരേണ്ടത് സുനിലാണ്.
സുനിലാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് പാടിത്തരേണ്ടത്. അപ്പൊ സുനിൽ പാടിയിട്ടുണ്ട്. സുനിൽ ഇത് ആശയെ ഏൽപ്പിച്ചു. എന്താ പറയേണ്ടത്, ഇന്ന് ഞായറാഴ്ചയാണ്, നാളെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് പിന്നെ ഇതുവരെയായിട്ടും ആശയുടെ കയ്യിൽ നിന്ന് ആ വീഡിയോ കിട്ടിയിട്ടില്ല. ആശ സാധാരണഗതിയിൽ ആശ പറയുന്ന ആശ നേരത്തെ ഒന്നിച്ചയച്ചെന്ന്, അങ്ങനെ അയക്കരുതെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ് അയക്കേണ്ടത്. സാധാരണ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചു ചോദിക്കുന്നതാണ്. ഇന്ന് രാവിലെ ഞാൻ പിന്നെ മെസ്സേജ് ഇട്ടിട്ടും 11:30-12 മണിയായിട്ടും പിന്നെ റിപ്ലൈ ഇല്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ മലപ്പുറത്ത് മക്കരപ്പറമ്പിലുള്ള നമ്മുടെ ഗൗരിയെ വിളിച്ചു. അപ്പൊ ഗൗരി എന്തായാലും ഉടൻ തന്നെ പാടി അപ്പോഴും തന്നെ എനിക്ക് വീഡിയോ ആക്കി ഇനി അയച്ചു തന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നാരായണീയം ആര് പാടണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ശരിക്കും ആര് തന്നെയാണ്, ഭഗവാൻ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ഇന്ന് ഗൗരിക്ക് ഈ നറുക്ക് വീഴത്തില്ല. ഇത് എന്താ പറയേണ്ടത്, ആശ കാലതാമസം വരുത്തിയത് കൊണ്ടാണ്. ഞാൻ എപ്പോഴും പറയും 2 ദിവസം മുമ്പ് വേണം എനിക്കിത് അയക്കാൻ. ഒന്നിച്ചൊന്നും എനിക്ക് അയക്കരുത്, 2 ശ്ലോകം ഒന്നിച്ചയക്കരുതെന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ്. മുമ്പ് അയച്ചിട്ടുണ്ടെന്ന് പറയുന്നു, എനിക്ക് അറിഞ്ഞൂടാ, അത് എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയി പോകും. അപ്പൊ എന്തായാലും ഞാൻ നോക്കിയപ്പോൾ സമയമായപ്പോൾ എനിക്ക് വീഡിയോ ഇല്ല. അപ്പൊ എന്തോ ആയിക്കൊള്ളട്ടെ. അപ്പൊ സുനിൽ അത് പാടിയിട്ടുണ്ട്. പക്ഷേ എന്താണ്, ഞാൻ സുനിലിനോട് ഖേദം പ്രകടിപ്പിക്കുന്നു. കാരണം ആശയുടെ കയ്യിൽ നിന്ന് ആ വീഡിയോ എനിക്ക് ഇന്നത്തെ ദിവസം കിട്ടിയില്ല. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് പാടുന്നത് ഗൗരി. ഗൗരി എന്ന കൊച്ചുമിടുക്കിയാണ്. മലപ്പുറത്തെ മക്കരപ്പറമ്പിലുള്ള ഗൗരിയാണ്. നമ്മുടെ കഴിഞ്ഞ അഷ്ടപതിയുടെ വീഡിയോ എഡിറ്റ് ചെയ്തതും ആര് തന്നെയാണ്, ഗൗരിയാണ്. ഗൗരിക്ക് ശരിക്കും സാക്ഷാൽ നാരായണന്റെ അനുഗ്രഹമുണ്ട്. ഇല്ലെങ്കിൽ ഈ 10ാമത്തെ ശ്ലോകം നേരത്തെ തന്നെ സുനിൽ പാടി വെച്ചതാണ്. എപ്പോഴും എൻ്റെ നാരായണീയം റെക്കോർഡ് ചെയ്യുന്നതിന് 2 ദിവസം മുമ്പ് അഥവാ നേരത്തെ അയച്ചിട്ടുണ്ടെങ്കിൽ പോലും ആശ വിളിച്ച് ചോദിക്കും, ആ നാരായണീയം റെക്കോർഡ് ചെയ്തോ, വീഡിയോ ഉണ്ടോ എന്നെ അടുത്ത് ചോദിക്കും. പിന്നെ ഞാൻ തന്നെ ആശയോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒന്നിച്ചയക്കരുതെന്ന്. അപ്പൊ ഇന്ന് ഞായറാഴ്ച ദിവസം ഞാൻ മെസ്സേജ് അയച്ചിട്ടും 12 മണിയായിട്ടും മറുപടി കിട്ടാതെ വന്നത് ഗൗരിയെ കൊണ്ട് പാടിപ്പിക്കാനാണ്. അപ്പൊ ഗൗരി നാരായണന് പ്രിയപ്പെട്ടതാണ്. നാരായണന് പ്രിയപ്പെട്ട ശരിക്കും നമ്മുടെ മലപ്പുറത്തുള്ള മക്കരപ്പറമ്പിലെ ഗൗരി പാടുകയാണ്. ഗൗരി എന്ന കൊച്ചു മിടുക്കി പാടുകയാണ്. അത് നിങ്ങൾ കേട്ടുകൊള്ളണം. അതോടൊപ്പം തന്നെ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ എന്നൊരു വീഡിയോ ഉണ്ട്. അതിന്റെ ലിങ്ക് വേണമെന്നുള്ളവര് എന്റെ 9645333999 ഒരു മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ വിളിച്ചാൽ മതി. അപ്പൊ നമ്മുടെ മിടുക്കി കുട്ടി ഇന്ന് നറുക്ക് വീണ ഭാഗ്യമുള്ള ഈ എപ്പിസോഡ് നാരായണൻ പാടണം എന്ന് നാരായണൻ ആഗ്രഹിക്കുന്നത് ഗൗരി പാടണമെന്നാണ്. അങ്ങനെ ഗൗരി പാടുകയാണ്, കേട്ടുകൊള്ളൂ. തവൈവ കൃപയാ പുനാ സരസിജേന തേനൈവ സാ പ്രകൽപ്യ ഭുവനത്രയീം പ്രവവൃത്തെ പ്രജാനിർമിതോ തഥാവിധ കൃപാഭരോ ഗുരുമരുത്പുരാധീശ്വരാ ത്വമാശു പരിപാഹി മാം ഗുരുതയോക്ഷിതൈരീക്ഷിതൈഃ. അപ്പോൾ നമുക്കിനി ശ്ലോകത്തിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ശ്ലോകം ഞാൻ വായിച്ചു തരാം. തവൈവ കൃപയാ പുനഃസരസിജേന തേനൈവ സഹ പ്രഗൽഭ്യ ഭുവനത്രയീം പ്രവവൃതേ പ്രജാനിർമിതൗ തഥാവിധ കൃപാഭരോ ഗുരുമരുത് പുരാധീശ്വര ത്വമാശു പരിപാഹി മാം ഗുരുദയോക്ഷിതൈ രീക്ഷിതൈ. നോക്കിയോണം, തവൈ അങ്ങയുടെ കൃപയ കാരുണ്യത്താൽ പുന പിന്നെ അർത്ഥം, പുന എന്ന് പറഞ്ഞാൽ പിന്നെ, സരസിജേന അർത്ഥം താമര പൂവിനാൽ, തേനൈവ അർത്ഥം ആ, പ്രഗൽഭ്യ തീർച്ചയാക്കിയിട്ട്, ഭുവനത്രയീം 3 ലോകത്തെയും, പ്രവവൃതേ പ്രവർത്തിച്ചു, പ്രജാനിർമ്മിതൗ പ്രജകളുടെ സൃഷ്ടിയിൽ, തഥാവിധ അപ്രകാരമുള്ള, കൃപാഭരോ കാരുണ്യം നിറഞ്ഞ,
ഗുരു മരുപുരാധീശ്വര, അർത്ഥം ഗുരുവായൂരപ്പ, ത്വമാശു അവിടുന്ന് വേഗം തന്നെ, പരിപാഹി രക്ഷിക്കണമേ, മാം എന്നെ, ഗുരുദയോക്ഷിതൈ വർദ്ധിച്ച കാരുണ്യത്താൽ, വർദ്ധിച്ച കാരുണ്യത്താൽ, ഈക്ഷിതൈ ഈക്ഷിതൈ നോട്ടത്തിൽ. അതായത് ഇതിൻ്റെ ഞാൻ പറഞ്ഞു തരാം. ആ ബ്രഹ്മാവ് പിന്നീട് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് തന്നെ ആ താമരപ്പൂവ് കൊണ്ട് 3 ലോകങ്ങളെയും പ്രത്യേകമായി സൃഷ്ടിച്ചു. അപ്പൊ നമ്മുടെ ബ്രഹ്മാവ് ഭഗവാൻ ഗുരുവായൂരപ്പന്റെ കാരുണ്യം കൊണ്ട് 3 ലോകങ്ങളെ പ്രത്യേകമായിട്ട് സൃഷ്ടിച്ചു. എന്നിട്ട് പ്രജകളുടെ നിർമ്മിതിയിൽ ഏർപ്പെട്ടു. അങ്ങനെയുള്ള കാരുണ്യത്തോടു കൂടിയ ഗുരുവായൂരപ്പ, അങ്ങയുടെ കാരുണ്യം നിറഞ്ഞ നോട്ടങ്ങൾ കൊണ്ട് എന്നെ വേഗം രക്ഷിക്കണമേ. അപ്പൊ ഈ ശ്ലോകത്തിന്റെ അർത്ഥം, ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കാരുണ്യം കൊണ്ട് ബ്രഹ്മാവ് 3 ലോകങ്ങളെ സൃഷ്ടിച്ചു. ആദ്യം ഈ ലോകത്തിന്റെ സൃഷ്ടി നടത്തി. അതിനുശേഷം ബ്രഹ്മാവ് എന്ത് ചെയ്തു? ഇതിൽ വസിക്കാൻ വേണ്ട പ്രജകളെ സൃഷ്ടിച്ചു. അങ്ങനെ 3 ലോകത്തെയും പ്രജകളെയും സൃഷ്ടിച്ചത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടുള്ള ഒരു നോട്ടം കൊണ്ട് മാത്രമാണ്. അങ്ങനെ ബ്രഹ്മാവിന് ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ അല്ലയോ ഗുരുവായൂരപ്പ, അല്ലയോ മഹാവിഷ്ണു, ആ നോട്ടം കൊണ്ട് എന്നെ അങ്ങ് വേഗം രക്ഷിക്കണമേ. ഇനി നമുക്ക് 1ാമത്തെ വരി ഒന്ന് പരിശോധിക്കാം. അല്ലേ? തവൈവ കൃപയ പുനസരസിജേന തേനൈവ സഹ. തവൈവ ഭഗവാന്റെ, കൃപയ കാരുണ്യത്താൽ, പുന പിന്നെ, സരസിജേന എന്ന് പറഞ്ഞാൽ താമരപ്പൂവിനാൽ എന്നാണ് അർത്ഥം. ശ്രദ്ധിച്ചു കേട്ടോളണം. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 1ാമത്തെ വരിയിൽ ബ്രഹ്മാവിന്റെ നേർക്ക് ഭഗവാൻ കാരുണ്യം ചൊരിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബ്രഹ്മാവ് കരുണയോടുകൂടി ഭഗവാൻ ബ്രഹ്മാവിനെ ഒന്ന് നോക്കി. അങ്ങനെ ഭഗവാൻ മഹാവിഷ്ണു സാക്ഷാൽ ഗുരുവായൂരപ്പൻ കരുണയോടുകൂടി ബ്രഹ്മാവിനെ നോക്കിയതോടെ സൃഷ്ടി നടത്താനുള്ള അറിവ് ബ്രഹ്മാവിന് ലഭിക്കുകയാണ്. എങ്ങനെയാണ് സൃഷ്ടി നടത്തേണ്ടത് എന്ന അറിവ് ബ്രഹ്മാവിന് അവിടെ വെച്ച് ലഭിക്കുകയാണ്. മനസ്സിലായല്ലോ? ഇപ്പൊ നമുക്കൊരു ഫോൺ കിട്ടുന്നു. ആ ഫോൺ എങ്ങനെ പ്രവർത്തിക്കണം എന്ന അറിവ് നമുക്ക് അയാൾ പറഞ്ഞു തരും. ഇന്ന കണക്കാ. പിന്നെ നമ്മൾ കണ്ടുപിടിച്ചു. ആദ്യം പറഞ്ഞു തരണം. ഇവിടെ ഭഗവാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്ന് നോക്കിയതേ ഉള്ളൂ. ആ നോട്ടം കൊണ്ട് തന്നെ 3 ലോകവും നിർമ്മിക്കാനുള്ള അറിവ് ലഭിച്ചു. ആ അറിവിന്റെ പ്രേരണയാൽ ഈ 3 ലോകങ്ങളും സൃഷ്ടിക്കുന്നതിന് വേണ്ടി ബ്രഹ്മാവ് തൻ്റെ കൈകൾ കൊണ്ടൊരു താമരപ്പൂ എടുത്തു. ഇതാണ് 1ാമത്തെ വരിയിൽ പറയുന്നത്. ഇനി 2ാമത്തെ വരിയിൽ പറയുന്നത് പ്രകൽപ്യ ഭുവനത്രയീം പ്രവവൃതേ പ്രജാനിർമ്മിതോ. പ്രകൽപ്യ അർത്ഥം തീർച്ചയാക്കിയിട്ട്, ഭുവനത്രയീം അർത്ഥം 3 ലോകത്തെയും, പ്രവവൃതേ പ്രവർത്തിച്ചിട്ട്, പ്രജാനിർമ്മിതോ പ്രജകളുടെ സൃഷ്ടിയിൽ. അതായത് ബ്രഹ്മാവ് ആ താമരപ്പൂവ് കൊണ്ട് 3 ലോകങ്ങളെ സൃഷ്ടിച്ചു. ഏതൊക്കെയാണ് ഈ 3 ലോകങ്ങൾ നിങ്ങൾക്കറിയാമോ? 1 ഭൂമിയാണ്, 2 സ്വർഗമാണ്, 3 പാതാളമാണ്. അപ്പൊ ബ്രഹ്മാവ് താമരപ്പൂ എടുത്തിട്ട് 3 ലോകങ്ങളെ സൃഷ്ടിക്കുകയാണ്. കാരണം ഭഗവാൻ കരുണ നിറഞ്ഞൊന്ന് നോക്കിയതേ ഉള്ളൂ. അപ്പൊ തന്നെ ബ്രഹ്മാവിന് ഈ ലോകം എങ്ങനെ സൃഷ്ടിക്കണം എന്ന അറിവ് കിട്ടി. ഈ ഭൂലോകം, ഭൂമി, സ്വർഗം, പാതാളം, ഇതാണ് ത്രിഭുവനം എന്നറിയപ്പെടുന്നത്. ഇത് തന്നെയാണ് ഭൂർലോകം, ഭുവർലോകം,
സ്വർലോകം എന്നറിയപ്പെടുന്നത്. നമ്മൾ പറയത്തില്ലേ ഭുർലോകം, പിന്നെ ഭുവർലോകം, സ്വർലോകം. ഈ 3 ലോകങ്ങളിലുമായിട്ടാണ് 14 ലോകങ്ങളും വ്യാപിച്ചു കിടക്കുന്നത്. അങ്ങനെ ഭഗവാൻ ഭുവനത്രയങ്ങൾ സൃഷ്ടിച്ചു. അതായത് ഭഗവാൻ എന്ത് ചെയ്തു? ഭുർലോകം, ഭുവർലോകം, സ്വർലോകം. അതായത് ഭൂമി, സ്വർഗം, പാതാളം. ഇതിൽ 14 ലോകങ്ങളും, അതായത് ഇതായിട്ട്. അങ്ങനെ ബ്രഹ്മാവ് ആദ്യമായി താമരപ്പൂ എടുത്തിട്ട് ഈ 3 ലോകങ്ങളെയും സൃഷ്ടിച്ചു. അതിനുശേഷം ഈ 3 ലോകത്തും വസിക്കാൻ ആള് വേണ്ടേ? അപ്പൊ ബ്രഹ്മാവിന്റെ അടുത്ത സൃഷ്ടി എന്ന് പറയുന്നത് ഈ 3 ലോകങ്ങളിലും താമസിക്കാൻ വേണ്ട പ്രജകളെ സൃഷ്ടിക്കുക എന്നാണ്. ആ പ്രജകളെ സൃഷ്ടിക്കുക എന്നിടത്തൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, പരികൽപ്യ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് പരികൽപ്യ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് സങ്കല്പം കൊണ്ടാണ് ഈ 3 ലോകങ്ങളെ സൃഷ്ടിച്ചത്. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് എനിക്ക് അമേരിക്കയിൽ പോകണമെന്ന് സങ്കല്പിക്കുന്ന നിമിഷം നമ്മൾ അമേരിക്കയിൽ എത്തുന്നു. ഇതാണ് സങ്കല്പം കൊണ്ട്. ഇതാണ് ഈ ആത്മാവിന് അതിനുള്ള കഴിവുണ്ട്. ഇപ്പൊ ആത്മാവിന് ഇവിടെ ഇരുന്നു കൊണ്ട് അങ്ങ് ന്യൂയോർക്കിൽ എത്തണമെന്ന് വിചാരിച്ചാൽ ആ നിമിഷം അവരെത്തും. എന്തുകൊണ്ട്? നമുക്ക് പറ്റത്തതുമില്ല. എന്താണ് അതിന്റെ കാരണം? ഈ ശരീരമാണ് കാരണം. ഈ ശരീരം ഒരു വലിയ ഭാരമാണ്. ഈ ശരീരം കൊണ്ട് ആത്മാവിന് മിന്നൽ വേഗത്തിൽ സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. ആത്മാവിന് മിന്നൽ വേഗത്തിൽ സഞ്ചരിക്കാനുള്ള കഴിവുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ ഈ ശരീരത്തെ വഹിച്ചുകൊണ്ട് എങ്ങനെ പോകാൻ പറ്റും? അല്ലേ? ഒളിമ്പിക്സിൽ ഓടുന്ന ഒരാളാണ്. അയാൾ എന്ത് ചെയ്യുന്നു? 1 സെക്കൻഡ് കൊണ്ട് ഇത്ര മീറ്റർ ഓടും. പക്ഷേ അയാളുടെ ദേഹത്തൊരു ഇരുമ്പ് കോട്ടിട്ട് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ബുള്ളറ്റ് പ്രൂഫ് ഡ്രസ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഓടാൻ പറഞ്ഞാൽ അയാൾക്ക് ഓടാൻ പറ്റുമോ? ഇല്ല. മനസ്സിലല്ലേ? ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ ഓട്ടത്തിൽ നേടുന്ന ഒരാള്, അയാള് ഇപ്പോ എന്താ പറയേണ്ടത്, 10 കിലോമീറ്റർ ദൂരം 2 മിനിറ്റ് കൊണ്ട് അയാൾ ഫിനിഷ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. പക്ഷെ അതേ മനുഷ്യന്റെ ദേഹത്തൊരു ബുള്ളറ്റ് പ്രൂഫ് കവചം ഇട്ട് കൊടുത്തിട്ട് ഇനി ഓടാൻ പറഞ്ഞാലോ അത്രയും മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റില്ല. അതുപോലെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് മിന്നൽ വേഗത്തിൽ സഞ്ചരിക്കുകയാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് ഈ നിമിഷം അയർലൻഡിൽ എത്തണമെന്ന് പറഞ്ഞാൽ ആത്മാവെത്തും. പക്ഷെ നമ്മൾ വിചാരിച്ചാൽ പറ്റത്തില്ല. ഇതേ ആത്മാവായി ഇരിക്കുന്നത്, പക്ഷേ ശരീരം എന്നൊരു വലിയ കവചം ഇരിക്കുന്നതുകൊണ്ട് ഈ ശരീരത്തെയും പൊക്കിക്കൊണ്ട് പോകാനായി പറ്റില്ല. അപ്പൊ അതാണ് സങ്കല്പം കൊണ്ടെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിന് പോലും സങ്കല്പം കൊണ്ട് വേണമെങ്കിൽ അയർലൻഡിൽ എത്താൻ പറ്റും. അപ്പൊ പിന്നെ ബ്രഹ്മാവിന് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് 3 ലോകവും വെറും സങ്കല്പം കൊണ്ട്, അതായത് ഭൂമി ഉണ്ടാകട്ടെ എന്ന് മനസ്സിൽ സങ്കല്പിച്ചാൽ മതി, ഉടൻ ഉണ്ടായി. സ്വർഗലോകം ഉണ്ടാകട്ടെ എന്ന് സങ്കല്പിച്ചാൽ മതി, ഉടൻ ഉണ്ടായി. അങ്ങനെ 3 ലോകങ്ങളും സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? പിന്നെ നമുക്കുള്ളത് അവസാനത്തെ 2 വരികളാണ്. 3ഉം ഏതാണ്? 4 വരികളാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? തഥാവിധ കൃപാഭരോ ഗുരുമരു പുരാധീശ്വര ത്വമാശു പരിപാഹി മാം ഗുരുദയോക്ഷിതൈരീക്ഷിതൈ. തഥാവിധ അപ്രകാരമുള്ള കൃപാഭരോ കാരുണ്യം നിറഞ്ഞ ഗുരുമരു പുരാധീശ്വര, അല്ലയോ ഗുരുവായൂരപ്പ, ത്വം ആശു അവിടുന്ന് വേഗം തന്നെ, പരിപാഹി രക്ഷിക്കണമേ, മാം എന്നെ, ഗുരുദയോക്ഷിതൈ വർദ്ധിച്ച കാരുണ്യത്താൽ, ഈക്ഷിതൈ നോട്ടത്തിൽ. അപ്പോ ഒടുവിലത്തെ 2 വരി പറഞ്ഞിരിക്കുന്നത് പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചോർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്ന ബ്രഹ്മദേവനെ സാക്ഷാൽ മഹാവിഷ്ണു വന്ന് അനുഗ്രഹിച്ചു. അപ്പോൾ നമ്മൾ എന്താവശ്യപ്പെടണം എന്ന് ഭട്ടതിരി പറയുകയാണ്. നിങ്ങൾ ലൗകിക ജീവിതത്തിൽ മുഴുകുന്നവരോട് ഭഗവാനോട് എന്താണ് അഭ്യർത്ഥിക്കേണ്ടതെന്നാണ് അവസാനത്തെ 2 വരിയിൽ പറയുന്നത്. ശരിക്കും പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരുന്ന ബ്രഹ്മദേവന്റെ മുന്നിൽ ബ്രഹ്മദേവനെ
ഭഗവാൻ തൻ്റെ കരുണ നിറഞ്ഞ നോട്ടം കൊണ്ടൊന്ന് നോക്കി. ഭഗവാൻ ഒന്ന് നോക്കിയതേ ഉള്ളൂ. 3 ലോകവും അതിലെ പ്രജകളെയും സൃഷ്ടിക്കാൻ ആർക്ക് സാധിച്ചു? ബ്രഹ്മാവിന് സാധിച്ചു. അതുകൊണ്ട് ഭട്ടതിരിപ്പാട് നമ്മളോട് പറയുകയാണ്, നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്, അങ്ങ് ബ്രഹ്മാവിനെ കരുണയോടെ നോക്കിയല്ലോ, ആ അപാരമായ കാരുണ്യം കൊണ്ട് എന്നെ ഒന്ന് നോക്കേണമേ. ആ കരുണ നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് എന്നെ നോക്കേണമേ, എന്നിലും കാരുണ്യം ചെയ്യണമേ. കാരണം ആ ഒരു നോട്ടം മാത്രം മതി എനിക്ക് രക്ഷപ്പെടാൻ. ലൗകികപരമായ ഒട്ടലിൽ നിന്ന് ഞാൻ മുക്തമാകും. ബ്രഹ്മജ്ഞാനം എനിക്ക് കിട്ടും. എൻ്റെ ആത്മാവിനെ എനിക്കിഷ്ടമുള്ള സമയത്ത് ശരീരത്തിൽ നിന്ന് പുറത്ത് കടത്താൻ പറ്റും. അതിനെ ഭഗവാന്റെ പാദപത്മങ്ങളിൽ ചേർക്കാനായി പറ്റും. അതുകൊണ്ട് ഭഗവാനേ, എനിക്ക് അങ്ങയുടെ കാരുണ്യം നിറഞ്ഞ കണ്ണുകൊണ്ടൊന്ന് നോക്കണേ. ഇന്നു മുതൽ ഞാൻ മഹാവിഷ്ണു അല്ലെങ്കിൽ ഗുരുവായൂരപ്പ അങ്ങയെ ഭഗവാനായും എൻ്റെ ഗുരുവായും ഞാൻ സ്വീകരിക്കുന്നു. അങ്ങെനിക്ക് ആ കാരുണ്യം നിറഞ്ഞ കണ്ണുകൊണ്ട് എന്നെയും ഒന്ന് നോക്കി സംസാര സാഗരത്തിൽ നിന്ന് രക്ഷപ്പെടണേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന രാധേ രാധേ ചാനലിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ പ്രാർത്ഥനയും അതായിരിക്കണം. ഭഗവാനെ, ഭഗവാനെ, ബ്രഹ്മാവിനെ കരുണ നിറഞ്ഞ കണ്ണുകൊണ്ട് നോക്കിയ ഭഗവാനെ, ബ്രഹ്മാവിന് 3 ലോകങ്ങളും സൃഷ്ടിക്കാൻ അനുഗ്രഹം നൽകിയ ഭഗവാനെ, ആ കാരുണ്യം എന്നിൽ ചൊരിയണേ. ആ കരുണ നിറഞ്ഞ കണ്ണുണ്ടല്ലോ, ആ കരുണ നിറഞ്ഞ കണ്ണുകൊണ്ട് ഭഗവാനെ എന്നെയും ഒന്ന് നോക്കണേ, എന്നെയും ഒന്ന് നോക്കണേ. കൃഷ്ണ 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 രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ക്രീം ക്ലീം ഐം രാസേശ്വരി രാധികായേ സ്വാഹ.